ഞങ്ങളങ്ങനെ ജർമ്മനിയിൽ വന്നിട്ട് ആദ്യമായിട്ട് വിഷു ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇന്ത്യൻ സ്റ്റോറിൽ വന്നതാണ് ഞങ്ങൾ. പച്ചമുളക് വാങ്ങി ഇമ്പോർട്ടൻ്റ്. ആറേമുക്കാലായിട്ടുണ്ട്. എന്നിട്ടും നല്ല വെട്ടവും വെയിലും സൂര്യൻ കണ്ണിലോട്ട് അടിച്ചിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ എന്തിനാണ് വന്നേക്കുന്നതെന്ന് ചോദിച്ചാൽ, നെയ് പൂ ഉണ്ടല്ലേ, ബാ കൊന്നപ്പൂ പോലെ ഇരിക്കും, എന്ത് പൂവെന്ന് അറിയത്തില്ല. അപ്പം കണി വെക്കാൻ നേരം ഇത് യൂസ് ചെയ്യാന്ന് ഓർത്തു. അയ്യോ, ഇതൊരു സ്കൂളാണ് കേസ്, സ്കൂളിൻ്റെ പിന്നാമ്പുറം അല്ലേ? സ്കൂളിൽ നിന്നാണ് പൂ കൊന്നേന്ന് തെറ്റിദ്ധരിക്കുന്ന എന്തോ ഒരു പൂ. പറിച്ചോ? കാണിക്കേ. കണി ഒരുക്കാം നമുക്കപ്പോൾ. രാരവേണു ഗോപാല രാജിത സദ്ഗുണ ജയശീല. നാളെ സദ്യ ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പം വീട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും എളുപ്പ സാധനങ്ങളൊക്കെ നമ്മൾ തലേന്ന് ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ പച്ചടി ഞങ്ങൾ ഇപ്പോഴേ ഉണ്ടാക്കാൻ ഓർത്തു. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തൊക്കെ വെക്കാൻ ഓർത്തു. അപ്പോൾ നമുക്ക് പച്ചടി ഉണ്ടാക്കാം. എത്ര വേണം ചേച്ചി? നല്ല വേണം വേണ്ടേ? ഇതിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്, നമ്മുടെ തേങ്ങാപ്പീര പോലെ അല്ല, ഇത് കുറച്ച് ഡ്രൈ ആണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് സോക്ക് ചെയ്യും. കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. ഇത് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ തേങ്ങാപ്പീരയുടെ ഒരു ടെക്സ്ചറിലേക്ക് വരും. കുക്കിംഗ് വീഡിയോ പോലെ ആയിപ്പോൾ ഇത്. പച്ചടിയിൽ പച്ചമുളക് എടുക്കാൻ നേരമാണ് ഞങ്ങൾ ഒരു കാര്യം ഓർത്തത്. ചിലപ്പോൾ ഞങ്ങളുടെ നെയ്ബർ ഒരു അൽബേനിയൻ ആട്ടോ, അവള് വിസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പം. അപ്പം ഈ പച്ചമുളകിനാണെങ്കിൽ ഭയങ്കര എരിയ. ഈ രണ്ടെണ്ണം ഒക്കെ ഇട്ടാൽ അവളെ കൊണ്ട് താങ്ങില്ല, അതല്ലെങ്കിൽ അതിന് പേടിയാ. അപ്പം നമുക്ക് ഒരെണ്ണം 1.5 എണ്ണം ഒക്കെ ഇട്ട് നോക്കാം. അതെ, ഇന്നാള് നമ്മള് ചിക്കൻ കറി വെച്ച് കൊടുത്തിട്ട് അവൾക്ക് ഭയങ്കര എരിയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ പ്രത്യേകം പറഞ്ഞ എരിവ് കുറച്ചുണ്ടാക്കണമെന്നൊക്കെ. അതെ, കുഞ്ഞു പീസാക്കാം. 1 എണ്ണം വേണോ 2 എണ്ണം വേണോ? 1 എണ്ണം മതി. അരച്ച് നോക്കാം. ഇപ്പോൾ കുറച്ച് ആ ഒരു തേങ്ങാപ്പീര ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഇതെന്തായാലും നമ്മൾ അരയ്ക്കാൻ പോവാണ്, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇപ്പം തേങ്ങാപ്പീരയുടെ ഒക്കെ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇടാം. എന്തോരം വേണം? അതങ്ങ് ഇട്ടോ, അവൾക്ക് എരിവൊക്കെ പേടിയുള്ളതല്ലേ. ഇടാം, എടുക്ക വീഡിയോ. ഇനി നമുക്ക് പച്ചമുളക് ഇടാം. എന്തായാലും ഇടണം. ഇത്ര മതിയോ? ഇനി ഉപ്പിടാം. ഉപ്പ് ഇപ്പോൾ ഒരു ആവശ്യത്തിനുള്ള ഇടാം, എന്നിട്ട് ബാക്കി പിന്നെ നമുക്ക് തൈരൊക്കെ ആഡ് ചെയ്തിട്ട് വേണ്ടി ഇടാം. ഇതിനകത്ത് ഇഞ്ചി ഇടണം, പക്ഷെ ഞങ്ങളുടെ ഇപ്പോൾ ഇഞ്ചി ഇല്ല, അതുകൊണ്ട് ഇഞ്ചിപ്പൊടി ഇടാം.
മതി മതി. ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരയണം എന്നാണ് വീടിക്കകത്ത് പറഞ്ഞത്. ഇവിടെ ജർമ്മനിയിൽ ഇത്ര സൗണ്ടിലൊക്കെ മിക്സിയൊക്കെ അരയ്ക്കുമ്പം ചുറ്റുമുള്ളവർ എന്താന്ന് ഓർക്കാതിരുന്നാൽ മതി. ഇപ്പം നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി മതി. അപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കാൻ പോണത് ആദ്യം. അപ്പോൾ നമ്മൾ ഇന്ന് അൽദിന്ന് ബീറ്റ്റൂട്ട് വാങ്ങിച്ചു. ബീറ്റ്റൂട്ട് ഹാഫ് കുക്ക്ഡ് ആണ്, പച്ച ബീറ്റ്റൂട്ട് അല്ല. അതെ, കണ്ട ഇങ്ങനെ നെക്ക് മീന ഞെങ്ങ് കൊള്ളുന്നുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. എനിക്ക് അരിയാനൊന്നും വയ്യ. ഈ മിക്സിനകത്ത് ഇടാം. ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ ജാറിൽ തന്നെ നമുക്ക് മിക്സി അരയ്ക്കാം. മിക്സി അല്ല, ഈ ജാറിൽ തന്നെ നമുക്ക് ബീട്രൂട്ട് അരയ്ക്കാം. ഇതുണ്ടോ, പാടൊന്നും ഇല്ലാതെ കട്ടായി പോകുന്നുണ്ട്. നല്ല പഴമാങ്ങ പോലെ. പഴമാങ്ങയോ? പഴുത്ത മാങ്ങ. നിങ്ങൾ പറയില്ല പഴമാങ്ങന്ന്? ഇല്ല, പഴുത്ത മാങ്ങ എന്നേ പറയും. ഞങ്ങൾ പറയും. എന്തോരം വേണം? രണ്ടെണ്ണം വേണം. അരിയട്ടെ. 2 ബീട്രൂട്ട് ഇടുവാണ്. കുറച്ച് കളറൊക്കെ ഇരിക്കട്ടെ അല്ലേ? താഴെപ്പോയി കുറച്ച് അത് കളയാം. ഇത്രയൊന്നും പേസ്റ്റ് ആവണ്ട, പക്ഷെ ഇത് പായി. അത് കുക്ക്ഡ് ആയണ്ട കേട്ടോ. കുക്ക് ചെയ്ത് ക്ഷണിക്കുമ്പോൾ നമുക്ക് കുടിക്കാൻ എന്തുണ്ട്? അത് ബീട്രൂട്ട് കഴുകിയ വെള്ളമല്ല, ഇത് ദാഹശമനിട്ട് തിളപ്പിച്ച വെള്ളമാണ്. അതെ, എല്ലാം ഒരു നാടൻ വൈബ്. അതെ, അരച്ചു വെച്ച ബീട്രൂട്ടിൻ്റെ പച്ചമണം മാറാനായിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ പോലായി, പക്ഷെ ആക്ച്വലി വിഷുവിൻ്റെ രാത്രികളിൽ നടക്കുന്ന ചില വിശേഷങ്ങളാണ് ഇതൊക്കെ. ബീട്രൂട്ടിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറുന്നതരം വരെ വഴട്ടാം നമുക്ക്. തേങ്ങ പക്ഷെ ഇതിപ്പോൾ കുറച്ച് കൂടുതലാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നോക്കാം, പക്ഷെ എന്നാലും സാരമില്ല. നല്ല കളറ് ഇല്ലേ? ആ വൈറ്റും ലൈറ്റ് ഗ്രീനും ഇനി തൈരൂടെ ആകുമ്പോഴേ എനിക്ക് തോന്നുന്നു ആ ഒരു ഇളം കളർ. കുറച്ച് ദിവസം ഇനി പച്ചടി കൂട്ടി എല്ലാം തിന്നോണം. കിഴക്കും കൊടുക്കാം, പാൻകേക്കും പച്ചടി. ബീട്രൂട്ടിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കപ്പോൾ നല്ല കട്ട തൈര് ഇട്ട് കൊടുക്കാം. ഇത് മൊത്തം ഇടട്ടെ, കാരണം ഇതിന് ഇത്തിരി എരിവുണ്ട്. കാരണം നമ്മുടെ ആ പച്ചമുളക് ആള് പുലിയാണ്. ഒരു പച്ചമുളക് മതി, നല്ല എരിയാണ്. ഇളക്കുന്നെടുക്കാം. ഇങ്ങനെയാണ് പച്ചടി ഇരിക്കുന്നത്. ഇത് നല്ല പിങ്ക് നിറമാണ്, പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ ഒരു റെഡ് ആയിട്ടാണ് തോന്നുന്നത്. ഫ്ലാഷിന്റെ വെട്ടം കൊണ്ടാണെന്ന് തോന്നണം. ലൈറ്റിന്റെ ആ ഒരു ഇതുകൊണ്ടാണ്, പക്ഷെ നല്ല പിങ്ക് കളറ്. നമുക്ക് അപ്പുറത്ത് ലൈറ്റിന്റെ അവിടെ കാണിക്കാം. അവിടെ കുറച്ചുകൂടെ ഒരു വൈറ്റ് ആണ്, ഇവിടെ കുറച്ച് വാം ലൈറ്റ് ആയതുകൊണ്ട് ഒരു റെഡിഷ് ആയിട്ടായിരിക്കണം. പക്ഷെ നല്ല രസമുണ്ട്. ഒരു പീച്ചിഷും ഒരു പിങ്കിഷും എന്തൊക്കെയോ ഒരു നല്ല അടിപൊളി കളർ. നമുക്കിനി കടുക് വറക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. കറിവേപ്പില ഇടാനായിട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ കുറച്ച് കറിവേപ്പിലേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളത് സേവ് ചെയ്ത് വെച്ചു, നാളെ ആവശ്യം വരുമല്ലോ. അതെ, ഇത്രയും കടുക് മതിയോ? പോരെ? നാളത്തേനുള്ള നമ്മുടെ ഒരു ഡിഷ്
അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ സംഭവം ഉണ്ടാക്കുന്നത്. ബീട്രൂട്ട് പച്ചടി സക്സസ് ആയില്ലേ ചേച്ചി? ഓക്കെ മതി. അങ്ങനെ പച്ചടിയോടുകൂടി ഞങ്ങളുടെ വിഷു പ്രിപ്പറേഷൻസ് വ്ലോഗ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അതെ, അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ. ഇനി നാളെ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ നല്ല ടയേർഡാണ്. അതെ, കിടന്നുറങ്ങണം. നാളെ അപ്പം വിഷു വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും. അതെ, ബൈ.